അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവര് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വന്ന് എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുമ്പോ നമ്മൾ നല്ലവനായിരുന്നു എന്ന് പറയേണ്ട ഒന്നാമത്തെ ആളാരാ? അത് നാട്ടുകാരല്ല, അത് പടച്ചവനെ അയൽവാസികളല്ല, അത് നിന്റെ കുടുംബക്കാരല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബാ നിങ്ങളുടെ കൂട്ടുകാരൻ പറയണം നീ നല്ലവനാണെന്ന്. രാവും പകലും നിന്റെ കൂടെ കൊണ്ട് നടന്ന് ഭക്ഷണം കൊടുത്ത നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, നീ ചങ്കാണ് കരടാണെന്ന് പറയുന്ന നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് പറയണം നീ നല്ലവനാണെന്ന്. നീ നല്ലവനാണെന്ന് അവൻ പറഞ്ഞ വജബതുൽ ജന്നാ, നിനക്ക് സ്വർഗ്ഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നീ മരിച്ചതിന് ശേഷം നീ നല്ലവനാണ് എന്ന് ആര് പറയണം? നിന്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ? നമ്മളിപ്പോൾ കൂടെ കൊണ്ട് നടക്കുന്ന ചങ്കിനെയും കരളും അത് വലിയ ബന്ധമാണ് നിങ്ങൾ തമ്മിൽ. എന്നാ അവനുമായിട്ടൊന്ന് പിണങ്ങി നോക്കിക്കേ, നിന്റെ ആത്മാർത്ഥ സുഹൃത്തുമായിട്ടൊന്ന് പിണങ്ങി നോക്കിക്കേ. അവൻ നടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ സർവ്വ ചരിത്രം നാട്ടുകാരോട് വിളിച്ചു പറയും. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. കാരണം അവൻ അറിയാം നിന്റെ എല്ലാ കാര്യങ്ങളും, നിന്റെ രഹസ്യവും പരസ്യവും എല്ലാം അവനറിയാം. അവനാണ് രാവും പകലും നിന്റെ കൂടെ നടന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടുകാരനെല്ലാം അറിയാം. അവനാണല്ലോ സർവ്വതിനും ഒത്താശ ചെയ്തു തന്നത്. നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കൂട്ടുകാരനാണ്. ആ ഫ്രണ്ട് പറയണം നീ നല്ലവനാണെന്ന്. അങ്ങനെ പറയാനൊരു ഫ്രണ്ട് ഉണ്ടോ വാപ്പാ? പറ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മുമ്പിൽ നിനക്ക് സാക്ഷി പറഞ്ഞിട്ട് നിനക്ക് സ്വർഗം വാങ്ങിത്തരാൻ ഒരു നല്ല കൂട്ടുകാരൻ നിനക്കുണ്ടോ? ഒരിക്കലുമില്ല സഹോദരാ. കാരണം നിന്റെ കൂട്ടുകാരൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്നോട് സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ഫ്രണ്ട് നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? എടാ, എന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് ഓതിയിട്ടുണ്ടോ? മോനെ സദഖ കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? പടച്ചവനെ നമ്മുടെ ഫ്രണ്ട് ചോദിക്കാറില്ല. അവന് പള്ളിയുടെ മുമ്പിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകുന്നവനാണ്. വഅദിന്റെ മജ്ലിസിൽ നിന്ന് വാടാ നമുക്ക് കറങ്ങി നടക്കാമെന്ന് പറഞ്ഞിട്ട് ഈ കച്ചവടം നടക്കുന്ന കടയുടെ പരിസരങ്ങളിലൂടെ പെണ്ണുങ്ങളുടെ ഇടയിലൂടെ നിന്റെ ഫ്രണ്ടല്ലേ വിളിച്ചു കൊണ്ടുപോയത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇറങ്ങി നോക്കടോ, വഅദ് കേൾക്കാമെന്ന പെണ്ണുങ്ങൾ കൂട്ടുകാരിങ്ങനെ കറങ്ങി നടക്കുകയാ. അവർ ഖുറൂസില്ല, വഅദില്ല, മജ്ലിസില്ല, പ്രഭാഷണമില്ല. അവരുടെ ലക്ഷ്യം തന്നെ കറങ്ങലാണ്.